ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ക്രിസ്തു ജയന്തി ആഘോഷങ്ങളുടെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുകയാണല്ലോ. ഈ ക്രിസ്തു ജയന്തി റാലി ഏറ്റവും മനോഹരമാക്കാൻ, നമുക്കെല്ലാവർക്കും വലിയൊരു അനുഭവമാകാൻ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ അച്ഛൻ ചെയ്യുന്നത്. വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ഈ വീഡിയോ കേൾക്കണം, കാണണം, ആരും ഇത് സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ മാത്രമേ അന്നത്തെ ദിവസം നമുക്ക് അത് മനോഹരമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണണമേ എന്നും, അതുപോലെ തന്നെ സാധിക്കുന്നവരൊക്കെ ഇത് ഇടവക ഗ്രൂപ്പിലൊക്കെ ഒന്ന് പങ്കുവെക്കണമെന്നും ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധാപൂർവം കേൾക്കണം. നമ്മുടെ രൂപതയിൽ നിന്നുള്ള എല്ലാ ഇടവകയിൽ നിന്നും ആളുകൾ ഗാന്ധിപുരം ഇടവകയിലേക്ക് വരുന്ന ദിവസമാണ്. അതുകൊണ്ട് വളരെ മനോഹരമായ നമ്മളത് ക്രമീകരിക്കണം, എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഗാന്ധിപുരം ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഓരോ ഇടവകയ്ക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സോണുകളുണ്ട്. ആ സോണുകളിലാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. വേറെ എവിടെയും പോയി നിങ്ങൾ ഇരിക്കരുത്. 6 സോണുകളുണ്ട്. ഓരോ സോണിലും പല ഇടവകകളുണ്ട്. ആ ഇടവകയ്ക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള ഇടങ്ങളിലാണ് അതത് ഇടവകകൾ ഇരിക്കേണ്ടത്. രണ്ടാമത്, 3 മണിയുടെ പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഫ്രഷ്മെൻ്റ് ഉണ്ടായിരിക്കും. അത് ആ സോണുകളിൽ തന്നെ അത് കൊണ്ടുവന്ന് ക്രമീകരിക്കും. നിങ്ങൾ വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ റിഫ്രഷ്മെൻറ്റിന് വേണ്ടി അവിടെ തന്നെ നിങ്ങൾ ഇരുന്നാൽ മതി. നിങ്ങളുടെ സോണുകളിലേക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതായിരിക്കും. മൂന്നാമത്, പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പബ്ലിക് മീറ്റിംഗ് ആണ്. ഒരു അരമണിക്കൂറോളം മാത്രം നീണ്ടു നിൽക്കുന്ന ചെറിയൊരു മീറ്റിംഗ് ആണ്. VIP ഒക്കെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള അതിഥികളായ VIP ഒക്കെ പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ്. ഈ മീറ്റിങ്ങിലും നിങ്ങൾ പങ്കെടുക്കേണ്ടത് നിങ്ങൾ ഇരിക്കുന്ന ആ സോണുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ വേണം നിങ്ങൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട്. ഈ പബ്ലിക് മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെല്ലാവരും ഏറെ താല്പര്യപൂർവ്വം പങ്കെടുക്കാനായിട്ട് ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ക്രിസ്തു ജയന്തി റാലി ആരംഭിക്കുകയാണ്. അതിൻ്റെ പള്ളിയിൽ നിന്നുള്ള ക്രമീകരണങ്ങൾ ഒന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ആദ്യം ബുള്ളറ്റ് സാൻഡയാണ്. SMYM, നമ്മുടെ രൂപതയിലെ SMYM യുവജനങ്ങളുടെ നേതൃത്വത്തിലുള്ള 20ഓളം ബുള്ളറ്റ് സാൻഡുകൾ അണിനിരക്കുന്ന അവരാണ് ഏറ്റവും മുൻപിലുള്ളത്. അവർക്ക് പുറകിലായിട്ട് VIPകളാണ്. VIPs ആയി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള VIP ഗ്രൂപ്പാണ് അതിന് പുറകിലായിട്ടുള്ളത്. അതിന് തൊട്ടു പുറകിലായിട്ട് ഗാന്ധിപുരം ഇടവകയിലെ CML കുട്ടികളാണ് അണിനിരക്കുക. അതിന് പുറകിലായിട്ടാണ് 6 സോണുകളും അണിനിരക്കുക. ഒന്നാമത്തെ സോൺ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് ഗാന്ധിപുരം ഇടവകയിലെ നിത്യാരാധന ചാപ്പലിനോട് ചേർന്നിട്ടാണ് സോൺ 1 നിൽക്കുക. അതിന് തൊട്ടു പുറകിലായിട്ടാണ് സോൺ 2. അപ്പോൾ സോൺ 1 നമ്മുടെ ഗേറ്റിൻ്റെ മുൻപിലൂടെ കടന്നതിന് ശേഷം സോൺ 2 കടക്കുന്നു. അതിനുശേഷം സോൺ 3 കടക്കുന്നു. അതിന് പുറകിലായി സോൺ 4 ഉള്ളത് ഗാന്ധിപുരം ഇടവകയുടെ സ്റ്റേജിൻ്റെ വശത്താണ്. അവർ പള്ളി ചുറ്റിക്കൊണ്ട് വേണം സോൺ 3യോട് ചേരാനായിട്ട്. അതുപോലെ തന്നെയാണ് സോൺ 5ഉം. സോൺ 6 ഗ്രോട്ടോയുടെ വശത്തായിരിക്കും. അവർ നേരെ ഗേറ്റിലേക്ക് പ്രവേശിക്കുകയല്ല, പള്ളി ചുറ്റിക്കൊണ്ട് വേണം അവരും ഈ റാലിയുടെ ഭാഗമാകാനായിട്ടെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി റോഡിലൂടെയുള്ള പൊതു ഇടമാണ്. ആ വഴിയിലൂടെയുള്ള ഈ നമ്മുടെ ക്രിസ്തു ജയന്തി റാലി 3 ലൈനായിട്ടാണ് നമ്മൾ ഈ യാത്ര പോവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 3 ലൈനായിട്ടാണ് നമ്മളിത് പോവുക. നിങ്ങളുടെ കൂടെ വോളണ്ടിയേഴ്സ് ഉണ്ടായിരിക്കും. അവർ കൃത്യമായി പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പാലിക്കണം. അത് നമ്മുടെ വലിയൊരു കടമയാണ് ഈ റാലി മനോഹരമാക്കാനായിട്ട്. ഇനി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺവെൻറ്റിൻ്റെ പുറകിലൂടെയുള്ള ആ റോഡിലൂടെ വന്ന് സോൺ 1 ആദ്യം പ്രവേശിക്കുന്നു. അവരൊന്ന് പള്ളി വലം വെച്ചതിന് ശേഷം നേരത്തെ ഇരുന്ന സോൺ 1 തന്നെ പോയി ഇരിക്കണം. വേറെ എവിടെയും പോയി ഇരിക്കരുത്. സോൺ 1 തന്നെ വന്ന് നിങ്ങൾ ഇരിക്കണം. അതുപോലെ തന്നെ സോൺ 2ഉം സോൺ 3യും സോൺ 4ഉം അങ്ങനെ 6 വരെ അങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുക. ഇനി ഈ റാലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ 3 ഡാൻസ് നമ്മൾ എല്ലാ ഇടവകക്കാരും മനോഹരമായി പഠിച്ചിട്ടുണ്ടെന്നറിയാം. നമ്മൾ ആ ചെറിയ സ്റ്റെപ്പുകളൊക്കെ വെച്ച് ആ ഡാൻസ് കളിച്ചിട്ടാണ് നമ്മൾ പോകാം. എങ്കിലും നമ്മൾ എവിടെയും നിൽക്കില്ല. ഇങ്ങനെ മൂവ്മെൻ്റ് ഉള്ള റാലി ആയിരിക്കും. നമ്മൾ മൂവ് ചെയ്തിട്ടാണ് പോവുക. അതുകൊണ്ട് തന്നെ എവിടെയും നിൽക്കാതെ നമ്മൾ ആ ഡാൻസ് കളിച്ചിട്ടാണ് നമ്മൾ പോവുക. അതെല്ലാവരും ശ്രദ്ധിക്കണം. എവിടെയും നിങ്ങൾ നിൽക്കരുത് റാലിയിൽ. പോലീസ് പ്രത്യേകം നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി തിരിച്ചെത്തിയതിന് ശേഷം ആശീർവാദം സ്വീകരിക്കുന്നു. അതിനുശേഷം ഭക്ഷണം സ്വീകരിച്ചതിന് ശേഷം നാം നമ്മുടെ ഭവനങ്ങളിലേക്ക് തിരികെ പോകുകയാണ്.
റാലിയിൽ എല്ലാ സോണുകളിലും ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ടായിരിക്കും. വണ്ടിയിൽ വെള്ളം ഉണ്ടാകും. ആ വെള്ളം അതത് സോണിലെ വളണ്ടിയേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ വെള്ളം കുടിച്ചതിന് ശേഷം ആ പ്ലാസ്റ്റിക് ബോട്ടിൽ റോട്ടിലേക്കൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ വലിച്ച് എറിഞ്ഞ് കളയരുത്. അത് നിങ്ങളുടെ സോണിൻ്റെ കൂടെയുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് വെച്ചിട്ടുള്ള വണ്ടിയിൽ ആ വേസ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ നിക്ഷേപിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അത് അവിടെ തന്നെയാണ് നിങ്ങൾ നിക്ഷേപിക്കേണ്ടത്. പുറത്തേക്ക് ദയവ് ചെയ്ത് വലിച്ചെറിയുകയോ മറ്റോ ചെയ്യരുത്. ഇത് ഒരേ സമയം നമ്മുടെ വലിയൊരു ആഘോഷമാണ്, ഉത്സവമാണ്. അതേസമയം പബ്ലിക് ഓർഡർ വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം കത്തോലിക്കരായ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു പൊതു ഇടത്തിലൂടെ നമ്മളിങ്ങനെ നമ്മുടെ ക്രിസ്തു ജയന്തി റാലി പോകുമ്പോൾ അത് വളരെ കൃത്യതയോടുകൂടി വെടുപ്പായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അച്ഛൻ ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞത്. കൃത്യമായി എല്ലാം പാലിക്കണം. 6 സോണുകളുണ്ട്. 6 സോണിൻ്റെ കൂടെയും നമുക്ക് വണ്ടിയുണ്ട്. സൗണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരണങ്ങളുണ്ട്. എല്ലാം അതുപോലെ തന്നെ ഭംഗിയായി ക്രമീകരിക്കണം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പേര് ഇതിനു വേണ്ടി വളരെ കഷ്ടപ്പെടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ഫ്രൂട്ട്ഫുള്ളായി തീരണം. അപ്പം എല്ലാവരുടെയും സഹകരണം നമുക്കിതിന് അത്യാവശ്യമാണ്. അച്ഛൻ ഈ പറയുന്ന മെസ്സേജുകൾ സാധിക്കുന്നവരെല്ലാം പരസ്പരം ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരെയും ഏറെ സ്നേഹപൂർവ്വം ക്രിസ്തു ജയന്തി ആഘോഷങ്ങളിലേക്ക്, നമ്മുടെ ആ വലിയ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ സമൃദ്ധമായും അനുഗ്രഹിക്കട്ടെ. മാനവർക്കുമോദമേകും മംഗളം പാടി താളമോടെ മേളമോടെ ആർത്തുപാടിടാം. ദൂതരോട് ചേർന്നു നിന്ന് നൃത്തമാടിടാം.